മുകളിൽ നിന്ന് പണം കൊടുത്ത് രാഷ്ട്രീയ പോത്ത് നടത്തുന്നതല്ല. കാരണം ഞങ്ങൾ മുകളിൽ നിന്ന് അങ്ങനെ അനധികൃതമായി പണം സമാഹരിക്കുന്നില്ല. ഞങ്ങൾക്ക് കേരളത്തിൽ എത്ര ലക്ഷം പാർട്ടി മെമ്പർമാരുണ്ടോ ആ പാർട്ടി മെമ്പർമാർ മുഴുവൻ എല്ലാ വർഷവും പിണറായി വിജയൻ തൊട്ട് താഴത്തെ പാർട്ടി മെമ്പർമാർ വരെ പാർട്ടിക്ക് ലെവി കൊടുക്കണം, പാർലമെന്റ് മെമ്പർ കൊടുക്കണം, പഞ്ചായത്ത് മെമ്പർ കൊടുക്കണം. ആ വരുമാനം ആ CPM-ന്റെ എന്നിട്ട് സന്നദ്ധ സേവനം വരെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് സാർ കേരളത്തിൽ ഒരു ദിവസം ഞങ്ങളുടെ ചെറുപ്പക്കാർ ഇറങ്ങി 10 ലക്ഷം പൊതിയാ കൊടുക്കുന്നത്. RV ബാബുവിന്റെ വീട്ടിലും വരും പൊതിക്ക്, സന്ദീപിന്റെ അത് വഴിയേ അറിഞ്ഞോളൂ എന്ന് പറയുമ്പോൾ ചുക്ക് എന്ന് പറയുന്ന മറുപടി പറയാണ്. നിങ്ങൾ പൊതിച്ചോറ് കൊടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ പാട്ടപ്പിരിവ് നടത്തിയോ എന്നുള്ളതൊന്നും ഈ ശബരിമലയിലെ സ്വർണ്ണപ്പാളി മോഷണം ന്യായീകരിക്കാനുള്ള ക്യാപ്സ്യൂളാണോ? അതെങ്ങനെയാണ് ആവുന്നത്? ശബരിമലയിലെ സ്വർണ്ണപ്പാളി മോഷണം ന്യായീകരിക്കാനുള്ള ക്യാപ്സ്യൂളായി നിങ്ങൾക്ക് എങ്ങനെയാണ് പൊതിച്ചോറ് മാറുന്നത്? നിങ്ങൾ പൊതിച്ചോറ് കൊടുത്താലും ഇല്ലെങ്കിലും അല്ലെങ്കിൽ പാട്ടപ്പിരിവ് നടത്തിയിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ ലെവി പിരിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും അതൊക്കെ നിങ്ങളുടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചെയ്യുന്ന പല വിധത്തിലുള്ള സാമൂഹിക പരിപാടികളാണ്. അത് ചെയ്യാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്ന് കരുതിയിട്ട് ശബരിമലയിലെ സ്വർണ്ണപ്പാളി മോഷ്ടിച്ചു കൊണ്ടുപോകാൻ നിങ്ങൾക്ക് ആരാണ് അനുവാദം തന്നത്? അപ്പൊ യഥാർത്ഥ പ്രശ്നം വഴിതിരിച്ചു വിടാൻ വേണ്ടി ഞങ്ങൾ പൊതിച്ചോറ് കൊടുക്കുന്നുണ്ടെന്ന് ന്യായീകരണമല്ല. നിങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നേ ഇല്ല. CPM-നെ ഞങ്ങൾ എങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്? നിങ്ങളെ പോലെ മുടിഞ്ഞ കള്ളന്മാരുടെ ലോകത്ത് വേറെ ഉണ്ടോ? നിങ്ങൾ ഒരു വശത്ത് നന്മമരം കളിക്കുകയും പൊതിച്ചോറ് കൊടുക്കുകയും മറുവശത്ത് ക്ഷേത്ര മുതൽ അമ്പല കള്ളന്മാരായിട്ട് നടക്കുകയും ചെയ്യുന്നു. ഇത് നിങ്ങൾ ഈ സ്ഥിരം മോഷ്ടാക്കളുടെ ശൈലിയാണത്. ഒരു വശത്ത് വലിയ തോതിൽ മോഷണവും അഴിമതിയും കൊള്ളയും നടത്തുന്നവർ മറുവശത്ത് നന്മമരം കളിക്കും. എന്നിട്ട് ആ നന്മ ഞങ്ങൾ ചെയ്യുന്ന നന്മയെ ഇങ്ങനെ പുറത്ത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കും. ഇതാണോ ചെയ്തുകൊണ്ടിരിക്കുക? ഒരു കൈ ചെയ്യുന്നത് മറുകൈ അറിയരുതെന്നാണ് നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത്. പക്ഷേ CPM എല്ലാ ചർച്ചയിലും ഞങ്ങൾ പൊതിച്ചോറ് കൊടുക്കുന്നു എന്ന് പറഞ്ഞ് ആ പൊതിച്ചോറ് വാങ്ങി കഴിക്കുന്നവരെ പോലും അപമാനിക്കല്ലേ ചെയ്യുന്നത്. നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുക്കും, നല്ല കാര്യം. അതെന്തിനാണ് ഇങ്ങനെ എല്ലാ ചർച്ചയിലും വന്ന് ചെണ്ട കൊട്ടുന്നത്, അത് പ്രചരിപ്പിക്കുന്നത്? അപ്പൊ അതിന് പുറകിലുള്ളത് നിങ്ങൾ ചെയ്യുന്ന ഈ സ്വർണ്ണപ്പാളി കൊള്ളയെ പോലെയുള്ള അഴിമതികളും കൊള്ളയും ഇത്തരം തെമ്മാടിത്തരങ്ങളും ഒക്കെ മൂടി വെക്കാനുള്ള ഉപാധിയായിട്ട് ഇത്തരം സേവന പ്രവർത്തനങ്ങൾ നിങ്ങൾ മാറ്റുന്നു. അതാണല്ലോ ഇപ്പൊ കാണുന്നത്. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ.